അനമ്പരട്ടിലുണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളെ ഉപ്പാപ്പമാര് പറഞ്ഞതാണ്, അത് തെറ്റാണെന്നങ്ങ് പറഞ്ഞേക്ക്, ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ അത് പറയാൻ തയ്യാറില്ല. അന്ന് ഞങ്ങളെ ഉപ്പാപ്പമാര് പറഞ്ഞതും ശരി, ഇന്ന് ഞങ്ങൾ പറയുന്നതും ശരി എന്നാണ്. പേര് തന്നെ ഇംഗ്ലീഷിലാ, സംഘടനയുടെ പേര്. സംഘടനയുടെ പേര് വരെ ഇംഗ്ലീഷിലാക്കി ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി മത്സരിച്ച് ഇംഗ്ലീഷ് ഭാഷ ഞങ്ങളാണ് കൂടുതൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്ന് വാദിക്കുന്ന ആളുകൾ, നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ ഫത്വക്ക് നിങ്ങൾക്ക് എന്തായിരുന്നു ആധാരം? ആ ഫത്വ എപ്പോഴും നിലവിലുണ്ടോ? ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? അന്നിവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ബ്രിട്ടീഷുകാരോട് ഞങ്ങളുടെ ഉപ്പാപ്പമാർക്കുണ്ടായിരുന്ന തീർത്താൽ തീരാത്ത വിദ്വേഷത്തിന്റെ ഫലമായിരുന്നു ഞങ്ങൾ അന്ന് അങ്ങനെ ഫത്വ കൊടുത്തത്. വാസ്തവം കേരള മുസ്ലിമീങ്ങൾക്കറിയാം. ഇവിടെ കേരള ജംഇയ്യത്തുൽ ഉലമ 1924 രൂപീകരിക്കപ്പെടുന്നത്. 2 കൊല്ലം കഴിഞ്ഞിട്ട് അതിന് തെറ്റിപ്പോയിട്ടാണ് വേറെ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. 1930 സൊസൈറ്റി ആക്ട് അനുസരിച്ച് സംഘടനകൾ രജിസ്റ്റർ ചെയ്തപ്പോ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദ്യത്തെ സംഘടന ആദ്യം പോയി രജിസ്റ്റർ ചെയ്തു. രണ്ടാമത്തേത് ചെന്നിട്ട് ഒരു കേരള ജംഇയ്യത്തുൽ ഉലമ കൂടി രജിസ്റ്റർ ചെയ്യാണ്ട് എന്ന് പറഞ്ഞപ്പോ രജിസ്ട്രേഷൻ നിയമം അനുസരിച്ച് ഒരേ പേരിൽ 2 സംഘടന രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നാ അതിന്റെ തലയ്ക്ക് ഒരു സമസ്ത എന്നും കൂടി ചേർത്തി കൊടുത്തേക്ക്. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. എന്തിനാണ് വാസ്തവത്തിൽ ഇത് ഉണ്ടാക്കിയത്? ഇപ്പൊ നമ്മള് സമസ്തക്കാരുടെ പിന്മുറക്കാർ ഒരു പുതിയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദർശത്തിലേക്ക് പൈതൃകത്തിലേക്ക്. ആദർശം ഉണ്ടായിട്ട് വേണ്ടേ? പൈതൃകം ഏതാണ്? ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞതാണോ പൈതൃകം? അല്ലാതെ സ്വർഗത്തിൽ പോണ ഭാഷയാണെന്ന് ഇപ്പോഴത്തതാണോ നിങ്ങളുടെ ആദർശം? അതാണോ നിങ്ങളുടെ പൈതൃകം? തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ആദർശത്തിലേക്കും പൈതൃകത്തിലേക്കും തിരിച്ചു വിളിക്കുന്നവരോട് ചോദിക്കട്ടെ. 1924 ഐക്യസംഘത്തിന്റെ 2ാം വാർഷികത്തിൽ വെച്ച് ഒരു പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകിയപ്പോ കേരളത്തിലെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാർക്കും യോജിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു വേദി എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ പിന്നെ അതിന് തെറ്റിപ്പോയത്? പിൽക്കാലത്ത് സമസ്തയുടെ നേതാവായി വന്ന പാകിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലും ഈ ഉലമാ സംഘത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്ത ആളാ. എന്തിനാ പാങ്ങുകാരൻ പിന്നെ തെറ്റിപ്പോയത്? പാങ്ങുകാരനും സിൽവന്തികൾക്കും മനസ്സിലായി ഈ പോക്ക് പോയാൽ നമ്മളെ മതവാണിഭം നടക്കൂലെന്ന്, ദീന് കച്ചവടം ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലായി. സമുദായത്തിൽ ഇത്തിക്കണ്ടികൾ പോലെ കടിച്ചു തൂക്കി അന്ധവിശ്വാസ അനാചാരങ്ങളിലൂടെ സമുദായത്തിന്റെ രക്തം ഊറ്റിക്കുടിച്ച് പൗരോഹിത്യത്തിന് തടിച്ചു വഴുക്കാൻ ഈ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുന്നോട്ടുള്ള പ്രയാണം തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ 1926 സമസ്ത ഉണ്ടാക്കിയത്. എന്നിട്ടോ അന്ന് എന്താ ചെയ്തത്? ഭരിക്കുന്ന കക്ഷിയെ എതിർക്കൽ ദീനിന് മാറാണ് എന്നാ പറഞ്ഞത്. മാറുകാരനെ എതിര്. ആരാ ഭരിക്കണേ? വെള്ളക്കാരൻ എതിർക്കല് ദീനിനെതിരാണ്. വെള്ളക്കാരന് സപ്പോർട്ട് ചെയ്യാണ് ഇപ്പൊ വേണ്ടത്. അന്ന് കോൺഗ്രസിന്റെ ഇവിടെ, ഖിലാഫത്ത് കമ്മിറ്റിന്റെ ഇവിടെ അതിലൊന്നും മെമ്പർഷിപ്പ് എടുത്തോന് സമസ്തയിൽ മെമ്പർഷിപ്പ് കിട്ടൂല. പിന്നെ ബ്രിട്ടീഷുകാരന്റെ മൂട് താങ്ങികളായിരുന്ന ജസ്റ്റിസ് കക്ഷിയിലെ മെമ്പറായവർക്ക് മാത്രമേ സമസ്ത മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. അത്ര വലിയ യജമാന ഭക്തിയാണ് കാണിച്ചത്. ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭുവും പത്നിയും സർക്കീറ്റ് കഴിഞ്ഞ് മടങ്ങുമ്പോ ദേശീയ വിപ്ലവകാരികളെ ബോംബാക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോ അതിൽ അളവറ്റ സന്തോഷം രേഖപ്പെടുത്തിയ ഒരേ ഒരു പിന്തിരിപ്പൻ സംഘടന നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. കുറെ മുതലാളിമാരെ ഒതുക്കി നിർത്താൻ വേണ്ടി ഖാൻ ബഹദൂർ പട്ടം നൽകി ബ്രിട്ടീഷുകാരൻ പിടിച്ചു നിർത്തിയിരുന്നു. അത്ര ഖാൻ ബഹദൂർ പട്ടം കിട്ടിയ മുതലാളിമാരും അവരെ ശിങ്കിടികളായ ചില മുസ്ലിയാക്കന്മാരുമാണ് ഈ സമസ്ത എന്ന സാധനം ഉണ്ടാക്കിയത്. അവർക്ക് ബ്രിട്ടീഷുകാരോട് വിരോധം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കാനാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറയുന്നതിന് ഇപ്പോൾ പറഞ്ഞ ന്യായതാണ്. ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. ബ്രിട്ടീഷുകാരോട് അവർക്ക് എതിർപ്പുണ്ടായിരുന്നത് മാത്രമല്ല, ഖിലാഫത്തും കോൺഗ്രസും പ്രസിദ്ധീകരിക്കുന്ന അറബി മലയാള ലഘുലേഖകൾ ബ്രിട്ടീഷ് തമ്പുരാക്കന്മാരെ കാലിന്റെ ചോട്ടിൽ പോയി കാലിച്ചായക്ക് വേണ്ടി വായിച്ചു കൊടുത്ത പാരമ്പര്യമാണ് ഈ സമസ്തക്കാരുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നത്. അതൊന്നും പിന്മുറക്കാർക്ക് അറിഞ്ഞുകൂടെങ്കിൽ ചരിത്രം ഒന്ന് വായിച്ചു പഠിക്കണം അവർ. എന്നിട്ട് അഭിമാനപൂർവ്വം അതൊക്കെ അവരുടെ സമസ്തയുടെ റിപ്പോർട്ടിൽ വരെ പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുക. അതിന്റെയൊക്കെ കോപ്പി നമ്മളെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും പറ്റിയ നാക്കുപ്പഴയോ എവിടെയെങ്കിലും അറിയാതെ എഴുതിപ്പോയതോ അല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ബ്രിട്ടീഷുകാരനും അമേരിക്കക്കാരനൊക്കെ ഇംഗ്ലീഷ് തന്നെയല്ലേ സംസാരിക്കണത്? അല്ലേ? അവർ ഔദ്യോഗിക ഭാഷ അതല്ല. അവരിന്നിപ്പോ നമ്മളെ മുസ്ലിമീങ്ങളുടെ സുഹൃത്തുക്കളാ. ഇന്ന് ലോകാടിസ്ഥാനത്തിന്റെ മുസ്ലിമീങ്ങൾക്ക് എതിരിലുള്ള 2 കൂട്ടരല്ലേ അവര്. ഇറാഖിലാകട്ടെ,
അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലാകട്ടെ, ലോകത്ത് എവിടെയാകട്ടെ മുസ്ലിമീങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഏർപ്പാടല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ അപ്പൊ അവരുടെ സുഹൃത്തുക്കളായി കാണണോ നമ്മള്? ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോടുള്ള വിരോധമാണെങ്കിൽ ഇന്നും അവർ നമ്മുടെ ശത്രുക്കളാണ്. ഇന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് മുക്കിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നരകത്തിലെ ഭാഷ എന്തിനാ അങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളതിന് ഒരു മുജാഹിദ് സാധാരണക്കാരൻ പറഞ്ഞത് ഒക്കെ നരകത്തിൽ പോകാനുള്ളതല്ലേ, അപ്പൊ ട്രെയിനിങ് ആയിക്കോട്ടെ എന്നുള്ള നിലക്കാണ്. മനസ്സിലായില്ലേ? ആ രീതിയിലേക്കാണ് ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ലെന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വെച്ച് 1930 മാർച്ച് 16 പ്രമേയം പാസാക്കിയാണ്. ഒരു സംസ്ഥാന യോഗത്തില് ഒരാൾ പ്രമേയം അവതരിപ്പിച്ചു, അവതാരകനും അനുവാദകനൊക്കെ എഴുതി ഒപ്പിട്ടിട്ട് പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ പാടില്ലെന്ന് ഇൽമിന്റെ കൊടികളായ പല മഹാന്മാര് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അത് പ്രത്യേകം പാടില്ലാത്ത ഈ യോഗം തീരുമാനിക്കുന്നു. കാരണം അന്നൊക്കെ പൗരോഹിത്യം അംഗീകരിക്കുന്ന ഒരു ചെറിയ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരെ കുപ്പിയിലാക്കിയിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു, എന്താ പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിച്ചാകാൻ പോകുന്നത്? ആണുങ്ങൾക്ക് പ്രേമലേഖനം എഴുതുന്നതാണെന്ന് പറഞ്ഞത്. ആ പറഞ്ഞ വാക്ക് 1970-കളിൽ സുലൈഖ എന്ന് പറയുന്ന കോഴിക്കോട്ടെ തറവാട്ടുകാരിയായ ഒരു പെണ്ണിനെ രവി എന്ന കാമഭ്രാന്തൻ കുത്തിക്കൊന്നു. അന്നൊക്കെ കുത്തിക്കൊല്ല കൊലപാതകം എന്നൊക്കെ പറഞ്ഞ വലിയ വാർത്തയാണ്. പത്രമൊക്കെ എടുത്തോണ്ട് നമ്മളെല്ലാരും കരച്ചിലുമാതിരി വായിക്കും. മാപ്പിളപ്പാട്ടുകാരൻ പാട്ടുണ്ടാക്കും. ചന്തക്ക് പോയാല് ചന്തയിൽ എന്നിട്ട് ഇങ്ങനെ പാടുകയാണ്. നമ്മൾ സാധനം വാങ്ങാൻ പോയാൽ അതേറ്റ് ഇങ്ങനെ നിന്നിട്ട് ആ പാട്ട് കേൾക്കും. വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വട്ടത്തിലിരുന്ന് പാടും. അത്ര ഗൗരവമുള്ള കാലാന്ന്. ഇന്നിപ്പോ അതൊന്നും ഒരു വിഷയമല്ല. കൊലപാതകമെന്നോ കാർ ബോംബ് പൊട്ടി 55 ആള് മരിച്ചു ഇറാഖിൽ. അപ്പുറം വായിക്ക് അവിടെ ശ്രീലങ്കയിൽ 37 ആള് മരിച്ചു. അപ്പുറം വായിക്ക് ഒരു വിലയില്ല. കേട്ട് മടുത്തുപോയി. അന്ന് അങ്ങനല്ല. അങ്ങനെ രവി സുലൈഖയെ കുത്തിക്കൊന്നത് വലിയ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക കേസായിരുന്നു. അന്ന് അൽ മുഅല്ലിം എന്നവരെ മാസികയിൽ എഴുതിയ എന്താന്ന് നിങ്ങള്? സുലൈഖതുനാ ഖത്തത് ഖുതൂതൻ ഇലാ രവി ഫമാ ഹിയ ഇല്ലാ മിൻ ദിറാറിൽ കിതാബതി. നമ്മളെ സുലൈഖ രവിക്ക് കത്തെഴുതി. ഞങ്ങള് പണ്ടേ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ പഠിപ്പിച്ച കത്തെഴുതുന്നു. ഇപ്പൊ കണ്ടോ അന്ന് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാന്നല്ല, വളരെ ശരിയാണ്. അങ്ങനെ 90-കളിൽ സാക്ഷരതാ പ്രവർത്തനം വന്നു. മലപ്പുറം ജില്ല സാക്ഷരതയിൽ മുന്നിട്ട് വന്നു. പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങളൊക്കെ സാക്ഷരതയിൽ രംഗത്ത് വന്നപ്പോൾ അൽ മുബാറക്കേറിനെ എഴുതി എന്താന്ന് നിങ്ങളെ? അന്ന് പെണ്ണുങ്ങൾ കയ്യെഴുത്ത് പഠിക്കരുതെന്ന് ഞങ്ങളെ പണ്ഡിതന്മാര് പറഞ്ഞത് അവരുടെ തഖ്വയുടെ ഊക്കുകൊണ്ടായിരുന്നു. പിന്നെ തഖ്വ ഇങ്ങനെ വീക്കായി വന്നു. അപ്പൊ അത് ഹലാലും ഫർളും വാജിബായി. പിന്നെ വനിതാ മാസികയായി, വനിതാ കോളേജായി. കണ്ടോ? ഇപ്പൊ ഈ സുന്നിക്കാർ സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇറക്കണ്, AP സുന്നിക്കാര് പൂങ്കാവനം എന്ന് പറഞ്ഞിട്ട് ഇറക്കണ്. ചില മതത്തിൽ വനിതാ മാസികക്കുറവ്, വനിതാ പങ്ക്തി തുടങ്ങുന്നു. ഞങ്ങൾക്ക് ഇതിലൊന്നും എതിർപ്പില്ല, അങ്ങനെ തന്നെ ഞങ്ങൾ വളരേണ്ടത്. പക്ഷെ എന്നാലും പഠിപ്പിച്ച ഉസ്താദന്മാരെ കാലേറ്റ് ചവിട്ടരുത്. നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചെന്ന് നമ്മളെ കാലുകൊണ്ട് തൊയ്ക്കരുത്. അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങൾ മുൻഗാമികൾ നിഷേധിച്ചതായിരുന്നു. പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് കത്തെഴുതുന്നത് എഴുത്ത് പഠിച്ചതുകൊണ്ട് മാത്രല്ല, എഴുതാതെയും പ്രേമിക്കാൻ പെണ്ണുങ്ങൾക്കറിയാം അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന എഴുത്തിലൂടെയാണോ? അല്ലല്ലോ. അപ്പൊ പെൺകുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുക, പെണ്ണും ആണും തമ്മിലുള്ള ബന്ധത്തിന് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ പഠിപ്പിക്കുക, കുടുംബജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാക്കുക, ഇതല്ലേ വേണ്ടത്. എഴുത്ത് പഠിപ്പിക്കാന്നുകൊണ്ട് കാര്യമുണ്ടോ? സമസ്തയുടെ 5ാം ക്ലാസ് പൊതുപരീക്ഷയില് പെൺകുട്ടികൾക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു ബൂത്തിനുള്ളിൽ കൊണ്ടുപോയിട്ട് മുസ്ലിയാർ ഒറ്റയ്ക്ക് ചോദ്യം ചോദിക്കല. പിന്നെ അതുകൊണ്ട് വേറെ കുറെ ഫിത്തനകൾ ഉണ്ടായിട്ട് അത് നിർത്തിയതാ. ഇപ്പൊ അത് എഴുത്ത് പരീക്ഷയാക്കി. ഇതൊക്കെ സമസ്തയിൽ നിന്ന് കൂടുമാറി വന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഞാൻ ജീവിതത്തിൽ ഒരു ദിവസം പോലും സമസ്തക്കാരനായി ജീവിക്കാനുള്ള നിർഭാഗ്യം ഉണ്ടാകാത്ത ആളാണ്. അപ്പോ പെണ്ണുങ്ങളെ കാര്യത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞത്. അന്നത്തെ പെണ്ണുങ്ങളെ സ്ഥിതി എന്താ? പേറ്റിനും ചോറ്റിനും വേറൊന്നുമില്ല. വേറെ ഒരു പരിപാടി അവരെ സംബന്ധിച്ചിടത്തോളമല്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ച കാര്യങ്ങൾ, ജുമുഅക്ക് പോകാൻ അവർക്ക് അനുവാദമുണ്ട്, പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ അവർക്ക് അനുവാദമുണ്ട്. തന്റെ വാപ്പ, തന്റെ ആങ്ങള, തന്റെ മോന് അവരൊക്കെ ആ പള്ളിയിലുണ്ട്. അവരപ്പുറത്തുള്ളപ്പോ ഇപ്പുറത്ത് വേറെ റൂമിലൂടെ പോയിട്ട് ജുമുഅ നിസ്കരിച്ചു പോന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഇല്ല.